വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് ഈ ആടി വന്നേക്കുന്നൊരു ഗജഗംഭീര പരിപാടിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇത് എം ബി കഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു സംഭവം പിടിപ്പിക്കും, നമ്മുടെ ബക്കറ്റ്, അതായത് ഭൂമിയായിട്ട് കണക്ട് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അത് വെക്കാൻ വേണ്ടി വന്നതാണ്, ഫിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ കിടക്കുന്ന കാരണം നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. നമ്മളപ്പോൾ ഇതിൻ്റെ ബോൾട്ടൊക്കെ ഇട്ടിട്ട് ത്രെഡിലൊക്കെ ഇട്ട് മുറുക്കണം മേടി വെച്ചിട്ട്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാനതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഞാൻ ബോൾട്ടൊക്കെ ഇട്ടിട്ട് ത്രെഡിലൊക്കെ ഇട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗജഗംഭീരൊരു ഐറ്റം ഇവിടെ വന്ന് കിടക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് നേരെ മുകളിൽ കയറ്റുക. സംഭവങ്ങളൊക്കെ എന്താണ്, ഇത് കസ്റ്റമറിന് പോകാനുള്ള സാധനമാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളിതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, വേറെ പരിപാടിയൊന്നുമില്ല. എന്താ ഞാൻ പിന്നെ വരാം. വായുമായിട്ട് ഇവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 85 കിടപ്പുണ്ട്. അപ്പോൾ അത് കഴുകാൻ വേണ്ടി എടുക്കാനാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളപ്പോൾ അതേ വോൾട്ടറൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ത്രെഡ് ലോക്ക് എന്തിനാ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും, അതിനാണ് ഈ ത്രെഡ് ലോക്ക് ഇടുന്നത്. നമ്മളപ്പോൾ ത്രെഡ് ലോക്കൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത് എപ്പോഴത്തെ അയത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ത്രെഡ് ലോക്ക് ഇടും, എന്നിട്ട് നേരെ ടൈറ്റ് ചെയ്ത് ഫുള്ളങ്ങ് പൈപ്പിട്ട് പിടിച്ചാൽ മതി. പിന്നെ ഇനി ആന പിടിച്ചതിന് സാധനം പോയിട്ടില്ല, അതാണ് സംഭവം. Afraid to fall, God, I've been so down, can you pick me up? നമ്മളിപ്പോൾ എല്ലാ ബോട്ടും ഇട്ട് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് ത്രെഡിലൊക്കെ ഇട്ട് മുറുക്കുക, പരിപാടി തീർക്കാൻ നേരെ പോവുക. അപ്പോൾ ഇതാണ് ഐറ്റം എം ബി ക്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നമ്മളപ്പോൾ അത് ഇവിടെ നട്ട് ബോൾട്ടൊക്കെ ഇട്ട് ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിട്ട് ഇവിടെ പിടിച്ച് ഫുൾ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി സൈറ്റ് വെച്ചേക്കണം മുക്കത്തേ ഉള്ളൂ. അമ്മായൊരു രീതിയിലാണ് ത്രെഡിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. സംഭവത്ത് നല്ല ഗജഗംഭീര ഒരു സാധനമാണ്. ഇത് അകത്താണ് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്തെങ്കിലും അകത്ത് പണി വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കേണ്ടി വരും. തുറക്കുവാണെങ്കിൽ അവൻ പെട്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വരാത് കഴിയട്ടെ. നമ്മളപ്പോൾ പൈപ്പിട്ട് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബായ് അവിടെ മേളിൽ കയറിയിട്ട് മരത്തിൻ്റെ ചില്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മീൻ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയൂടെ. അവിടെ നിന്ന് കൈയും കാലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ബായ്. സംഭവം അവിടുത്തെ ഇങ്ങോട്ട് ചാഞ്ഞിരിക്കുന്ന കൊമ്പൊക്കെ ബായ് വെട്ടിക്കളയുകയാണ്. നമ്മുടെ ബായ് ഇവിടുത്തെ അജാക്സ് ഡെലിവറി ആകുന്ന വണ്ടിയാണ്. അപ്പോൾ അത് കഴുകിക്കൊണ്ടിരിപ്പുണ്ട്. അതുകൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇരുന്നാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ബായാണ് ഇവിടെ വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കി വിടുന്നത്. ഇനി ഒരു 85 കൂടെ ഉണ്ട്. അപ്പോൾ ആ മനുഷ്യന് കഴുകാനായിട്ട് നമ്മുടെ പിക്കപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ സഭ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ മോൾത്തൊക്കെ ടൈറ്റ് ചെയ്തു, ത്രെഡ് ലോക്കൊക്കെ ഇട്ട് എല്ലാം ടൈറ്റിലാണ്, പൈപ്പിട്ട് പിടിച്ചിരിക്കുകയാണ് എം ബി ക്രഷർ. അതിൻ്റെ സൈസ് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്തോരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വലിപ്പം എനിക്ക് കാണിച്ചു തരുന്നുണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് സാധനത്തിന്. ഇത്രയും നല്ല മുട്ടം വലിപ്പമുള്ള സാധനം. ഇത് 215 പറ്റില്ല. അതൊക്കെ മേപ്പോട്ട് വല്ല വണ്ടിയൊക്കെ 240 ഒക്കെ ചിലപ്പോൾ പറ്റുമെങ്കിൽ അറിഞ്ഞൂടാ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ. ചിലപ്പോൾ 240 പോകാൻ പറ്റുമെങ്കിൽ 340 310 അതൊക്കെ എന്തായാലും 215 മേപ്പോട്ടുള്ള വണ്ടികൾക്ക് പറ്റത്തുള്ളൂ. കാര്യം 215 ബൂം വാങ്ങിയിരിക്കുന്നു. ഈ സാധനത്തിലിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓടി, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. ഭീകര സാധനം ഇത്. എത്രത്തോളം ഇതിൻ്റെ സൈസ് അറിയാൻ പറ്റുന്നുണ്ട് ക്യാമറ കൂടെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എം ബി ക്രഷർ ഇതിന് മുമ്പ് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്, കുഞ്ഞ് സാധനമായിരുന്നു. പക്ഷേ അത് 215 140 വാങ്ങിൻ്റെ ആയിരുന്നു, കുട്ടി സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പക്ഷേ നല്ല മുട്ട സാധനം എം ബി ക്രഷർ. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാറയൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന സാധനമാണ്. ഇതധികം ക്രഷേഴ്സിനൊക്കെ മിക്കതിലും 2-3 കണ്ടൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് 2-3 കണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ 2 ഇവിടെ കണ്ടിട്ടുണ്ട്. ഒന്നിതും പിന്നെ ഇതിന് മുമ്പ് 1-2 കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ 85 അവിടെ കിടപ്പുണ്ട്. അജാക്സ് ഇതവിടെ ഉണ്ടാക്കും, ബാഗ് കഴുകിക്കൊണ്ടിരിക്കുന്നു. പങ്കിച്ച് പോയി അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഡെലിവറി ഉണ്ട്. അത് 85 ഒരെണ്ണം പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലൊരു 85 ഉണ്ട്, അതും ഇന്ന് പോകുമെന്ന് തോന്നുന്നു. ഇത് 80. ഇത് പണിയാൻ വേണ്ടി വന്ന വണ്ടിയാണ്. മൊത്തത്തിൽ പണിയാൻ വേണ്ടി വന്ന 80. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിരുന്നല്ലോ. തോട്ടിയുടെ വണ്ടിയത്, ഇത് തോട്ടിലെങ്ങാണ്ട് മുങ്ങിയ വണ്ടിയത്. 80 ഇമ്പോർട്ടഡ് സാധനം. അതായത് നമ്മളിവിടെ 85 ഒക്കെ ഇപ്പോൾ ഇറങ്ങണമെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ്. ഡയറക്റ്റ് കൊറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം കിട്ടുന്ന വണ്ടിയത്, നല്ല കിണ്ണ സാധനം ഇത്.
കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കിട്ടില്ല വണ്ടി. അതായത് കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ വണ്ടി തോട്ടിലെങ്ങാണ്ട് പോയപ്പോഴെങ്ങാണ്ട് ഈക്കുള്ള പ്രശ്നമായി. എല്ലാം സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണെന്നാണ് കസ്റ്റമർ പറഞ്ഞതെന്ന് തോന്നുന്നു. കേട്ടോ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ചെളി എന്ന് പറഞ്ഞ് കട്ട ചെളി. ഇത് വന്ന സമയത്ത് ഈ പരിസരത്ത് ഫുള്ള് ചെളിയായിരുന്നു. അതിന് വന്ന സമയത്തുള്ള ചെളിയൊക്കെ ഈ അടി കിടക്കുന്നുണ്ട്. ഈ ഏരിയ ഫുള്ള് ചെളിയായിരുന്നു. അത് പൊട്ടി മുങ്ങി വണ്ടി. ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുന്നുണ്ട്. ഇവിടെയൊക്കെ ചെളിയുണ്ട്. ഇനി ഈ എൻജിൻ കഴിച്ച് ക്ലീൻ ചെയ്യണം. ഒക്കെ ചെളിയില്ല അതിൽ. ഇത് കിണ്ണം വണ്ടി ഇത് 80 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സാധനമായതുകൊണ്ടും നല്ല കിടുക്കും വണ്ടി ഇത്. എ സി ഒക്കെ ഉള്ള വണ്ടി, എ സി ക്യാബിൻ ഒക്കെ ഉള്ള വണ്ടി ഇത്. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഇനി എൻജിനൊക്കെ അഴിച്ച് ക്ലീനാക്കി അവിടെ നമ്മുടെ ക്യൂമിൻസിൻ്റെ കിലോസ്കറിൻ്റെ തോന്നുന്നു എഞ്ചിൻ. എന്തായാലും എഞ്ചിൻ അഴിച്ച് അവർക്ക് കൊടുത്ത് അവർ ക്ലീൻ ചെയ്യും. ബാക്കി പരിപാടി നമ്മളിവിടെ ചെയ്യും. അതിൻ്റെ കൊട്ടേഷൻ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ബാക്കിയെല്ലാം നമുക്കുള്ള പണിയാണ് ഇതെല്ലാം. ഫുള്ള് ചളിയും അഴുക്കാണ് ഈ വണ്ടിയിൽ. നല്ല കിണ്ണം വണ്ടിയാണ്. പക്ഷേ ഈ കംപ്ലൈൻറ്റ് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞു കേട്ടോ. പൊളി. മറ്റേ സാധനം അവിടെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ സൈസ്? നല്ല വലിപ്പമുണ്ട്. ഞാൻ എന്നെ വെച്ച് കാണിച്ചത് എന്തോരം വലിപ്പമുണ്ടെന്ന്. ക്യാമറ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാൻ ചെറു ക്ലീനിങ്ങാണ്. ഇന്ന് ഈ വണ്ടി പോകും, ഹുണ്ടായി ഇന്ന് പോകും 85. അതൊന്നും ഉണ്ടെന്ന് ഡെലിവറി 2 വണ്ടിയിൽ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും കഴുകാൻ വേണ്ടി വായി അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം കഴിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്നിട്ട് ഇത് കയറ്റുമായിരിക്കും, അതിൻ്റെ അത് കയറ്റുമായിരിക്കും. ബായിക്ക് എന്തായാലും നല്ല പണിയാണ്. കണ്ട അതിൻ്റെ സൈസ് ഞാൻ കാണിച്ചത്. ക്രഷർ ഇതിൻ്റെ ഒരു പ്ലേറ്റ് അകത്ത് വന്ന് ഇരിപ്പണം. ഞങ്ങളത് ഇറക്കിയായിരുന്നു. ഒരു രക്ഷയില്ല. പണ്ടാരം ഇറക്കാനായിട്ട് 4-5 പേരെങ്ങാണ്ട് പിടിച്ചിട്ട് ഇറക്കിയത്. ഇത് അഴിക്കണമെങ്കിൽ പാടുപെടും എന്തായാലും സൈറ്റിൽ. എങ്ങനെ ഇതിനകത്ത് പണി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അഴിക്കണതിൻ്റെ വളരെ അതിൽ ത്രെഡ് ലോക്ക് കിട്ടുന്ന നല്ല രീതിയിൽ ടൈറ്റ് പൈപ്പിന് പിടിച്ച് വെച്ചിരിക്കുക. ഇനി അഴിക്കണതിന് എന്തായാലും തെറി വിളിക്കും ഞങ്ങൾ. അത് ഇട്ടവനെ തെറി വിളിക്കും. ഈ ത്രെഡ് ലോക്ക് ഇടുന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആന പിടിച്ചാൽ സാധനം ഇളകി പോരുകയാണ്. ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് അഴിക്കണവൻ പ്രാകും. ആ രീതിക്കായിരിക്കും സാമാന്യമായിട്ട് അഴിക്കുന്നത്. ഞങ്ങൾ കുറേ ത്രെഡ് ലോക്ക് വെച്ചിട്ടുള്ള പൈപ്പൊക്കെ ഇട്ട് പിടിച്ചാലും സാധനം വരില്ല. അമ്മാതിരി ടൈറ്റായിരിക്കും ത്രെഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഇതിനകത്തോട്ടാണ് നമ്മുടെ പാറ പോയി ക്രഷ് ചെയ്ത് സാധനം പൊടിച്ച് നല്ല പൊടിപ്പരുവത്തിലെടുക്കുന്നത്. നമ്മളവിടെ കിട്ടുന്ന സാധനമൊക്കെ പാറൊക്കെ നല്ല പൊടിയായി തരിയായിട്ട് വരും. ഇതിനകത്തോട്ടൊക്കെ ഇറക്കും. അമ്മാതിരി സാധനമാണ്. അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്ന സാധനം. നമ്മുടെ 2 വണ്ടി കിടപ്പുണ്ട്. ഇത് ഡ്രൈവർമാരുടെ വണ്ടിയാണ്. ഇത് നമ്മുടെ വെൽഡ് ചെയ്യണ സുമേഷേട്ടൻ്റെ വണ്ടി. വെൽഡിങ് അവർ പോയിരിക്കും. ഇത് വെൽഡിങ് വണ്ടിയുടെ ഡ്രൈവർ. ഇത് ബാക്കി 2 വിക്കപ്പ് കൂടെ ഉണ്ട്. പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ സൈസ് നിൽക്കുന്നത് കാണിച്ചിട്ട് ഞാൻ അതൊക്കെ നിൽക്കുകയാണല്ലോ. നമ്മുടെ സൈസ് ഇത്രയല്ല സംഭവം. എല്ലാ ഹൈറ്റിലുള്ള സാധനമാണ്. ഞാൻ നിന്നിട്ട് നമുക്ക് എത്രത്തോളം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എൻ്റെ സൈസ് നോക്കിയിട്ട് എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ നോക്കില്ല. ഇതിനകത്ത് വേണം കുളിക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ചെളിയാണ് കാണിച്ചാൽ. എന്നെ അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാനുള്ള സ്ഥലമുണ്ട്. ആ രീതിക്ക് വലിപ്പമുണ്ട്. കിട്ടുന്ന സാധനമാണ് കേട്ടോ ഈ ക്രഷർ, MT ക്രഷർ. പക്ഷെ അധികം ഇത് ഇമ്പോർട്ട് ചെയ്ത് സാധനം എന്ന് വെച്ചാൽ അധികം ആൾ എടുക്കാറില്ല. കുറവാണ് സാധനം ഇത്. അങ്ങനെ വലിയ ക്രഷറുകളൊക്കെ എടുക്കാറുള്ളൂ. വലിയ ക്രഷറുകൾ, അമ്മാതിരി പണിയൊക്കെ ഉള്ള ക്രഷറുകൾക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ചെറിയ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ബ്രേക്കർ വെച്ച് പൊട്ടിക്കാവുന്നതൊക്കെ ഉള്ളൂ. അതൊക്കെ വലിയ പണിയൊക്കെ നടക്കുന്നിടത്തൊക്കെ ഇത് യൂസുള്ളൂ. കാരണം ഇൻഡയറക്റ്റ് വരിക. അപ്പോൾ എന്തായാലും വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ന് വീട്ടിൽ പോകണം. എന്തായാലും ശനിയാഴ്ചയാണ്. എല്ലാ വ്ളോഗും ശനിയാഴ്ചകളിലാണ് തന്നെ നമ്മുടെ വണ്ടിയായിട്ട് വീഡിയോ വർക്ക് കാണിക്കുന്ന വീഡിയോ എല്ലാം വെച്ചപ്പോഴും ശനിയാഴ്ച ചെയ്യുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. കോയിൻസിഡൻസ് ആയിരിക്കും. ഞാൻ അല്ലാതെയൊക്കെ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും എടുക്കാറില്ല. അതായത് സ്ഥിരം കാണിക്കുന്ന പരിപാടി കൊണ്ടാണ്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതുപോലെ വ്ളോഗ് എടുക്കാം. ഇതിൻ്റെ നമുക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇന്നിനി കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണ സമയം ഇത്രയും ഇറങ്ങിവിടാം. 4 മണി കണ്ട ആളായിട്ട് തോന്നും. എന്തായാലും പോവുക. വീട്ടിൽ പോകണമെന്ന് ഉത്സവമൊക്കെ നടക്കുവാണ്. പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വ്ളോഗ് പറ്റുവാണെങ്കിൽ എടുക്കാം. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. സൈനിങ് ഓഫ് ബൈ. അതുപോലുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിട്ട് വയ്ക്കാതെ ഒരു സാധനം കിടക്കാനുണ്ടാവും 35. ഇതിങ്ങനെ അനാഥപ്രദം പോയി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ എന്തായാലും ബൈ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.